ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് 9ാം ദിവസവും ശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക. ടെഹ്റാനിലെ IRGCയുടെ നിർണായക കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രം തകർത്തു. ഹോർമൂസിലെ ഇറാൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധവും US തുടരുകയാണ്. ഒരു കപ്പലിന് നേരെ സൈനിക നടപടി സ്വീകരിച്ചതായും 6 കപ്പലുകൾ തിരിച്ചയച്ചതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസുണ്ട്. ഐസൻ, ഇറാനിൽ ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്ക. പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുമെന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായും അനഘ, ആക്രമണം അതിശക്തമായി തുടരുക തന്നെയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആണവ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ജലസംരക്ഷണ കേന്ദ്രങ്ങളും ജല സംഭരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് US ഇത്തവണ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9ാം ദിവസം നടത്തിയ ആക്രമണത്തിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നതനുസരിച്ച് കടുത്ത നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം രൂക്ഷമായി തുടരും, ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല സംഘർഷാവസ്ഥകളും ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജോർദാനിൽ 2 സൈനികർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ US സൈനികർ മരിച്ചു. അതുപോലെ തന്നെ ഇറാഖിൽ നടന്ന ആക്രമണത്തിലും ഒരു സൈനികൻ മരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സൈന്യത്തിന്റെ ആ ഒരു ആത്മവീര്യം നിലനിർത്തുന്നതിന്റെ ഭാഗമായുള്ള ആക്രമണത്തിന്റെ രൂക്ഷത വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ അതിരൂക്ഷമായ ആക്രമണം ഇറാനിൽ തുടരുന്നതെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 9ാം ദിവസവും ആക്രമണം തുടരുകയാണ്. മാത്രമല്ല, ഹോർമൂസിലെ ഇറാൻ കപ്പലുകൾക്ക് നേരെയുള്ള, ഇറാനിലെ പോർട്ടുകളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ഉപരോധ നടപടിയും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമേരിക്ക ഇതിന്റെ ഭാഗമായി 6ഓളം കപ്പലുകൾ തടയുകയും ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ തന്നെ US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമായ ആക്രമണം നടന്നത് IRGCയുടെ സറള എന്ന് പറയുന്ന കേന്ദ്രമാണ്. അതായത് ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വിന്യസിച്ചിട്ടുള്ള സംവിധാനങ്ങളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ വിഭാഗമായ ഈ കേന്ദ്രത്തിന് നേരെ അതിശക്തമായ ആക്രമണം നടന്നിട്ടുണ്ട്. IRGCയുടെ ടെഹ്റാനിലെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ ടെഹ്റാൻ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ പരിപൂർണമായ നിയന്ത്രണവും അതുപോലെ സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആ ആസ്ഥാനത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൻതോതിൽ തീ പടരുന്ന ആസ്ഥാനത്ത് വ്യക്തമാണ്.